ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യം ലഭിച്ച മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. തിഹാർ ജയിലിൽ നിന്ന് റോഡ് ഷോയായി വീട്ടിലേക്കെത്തിയ കെജ്രിവാളിന് വൻ സ്വീകരണമാണ് പാർട്ടി നേതൃത്വവും പ്രവർത്തകരും ഒരുക്കിയത്. ഏകാധിപത്യത്തിനെതിരായ പോരാട്ടം തുടരുമെന്നും പിന്തുണയ്ക്കുന്നവരെ കാണുമ്പോൾ വലിയ സന്തോഷമുണ്ടെന്നും പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നതിനിടെ കെജ്രിവാൾ പറഞ്ഞു. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് പാർട്ടി ആസ്ഥാനത്ത് കെജ്രിവാൾ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ജൂൺ 1 വരെയാണ് ഉപാധികളോടെ സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ നിർണായക ഘട്ടത്തിൽ കെജ്രിവാൾ പുറത്തിറങ്ങുന്നത് ഇന്ത്യ സഖ്യത്തിനും പുത്തനൂർജ്ജം പകരും. मैंने कहा था ना जल्दी आऊंगा, आ गया। आप लोगों से एक ही निवेदन है, हमें सबको मिलके देश को तानाशाही से बचाना है। ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും. നിതിൻ, അരവിന്ദ് കെജ്രിവാൾ ഒരു റോഡ് ഷോ നടത്തുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഉയർന്ന റോഡ് ഷോയാണ്. അത് അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഒരുപക്ഷെ ഈ ആം ആദ്മി പാർട്ടി പ്രവർത്തകർക്ക് ഇത് ഉറങ്ങാൻ കഴിയാത്ത ആഹ്ലാദത്തിന്റെ രാത്രി ആയിരിക്കുമല്ലോ അല്ലേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്? തീർച്ചയായും വിജയകുമാർ, കാരണം തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ഏതാനും ദിവസങ്ങൾ മുൻപാണ് അരവിന്ദ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്യുകയും അതിനുശേഷം വലിയ തരത്തിലുള്ളൊരു തെരുവ് യുദ്ധത്തിലേക്ക് ആം ആദ്മി പാർട്ടിയും അതോടൊപ്പം തന്നെ പ്രവർത്തകരും പോലീസും പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇന്നത്തെ ദിവസം ആം ആദ്മി പാർട്ടി പ്രവർത്തകർക്ക് തീർത്തും സന്തോഷത്തിൻ്റെതാണ്. കാരണം അവരുടെ അമരക്കാരൻ ഇന്ന് ജയിലിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഇപ്പോൾ വസതിയിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചന നടത്തുകയാണ്. നാളത്തെ റോഡ് ഷോ അതോടൊപ്പം തന്നെ രാവിലെ 11 മണിക്ക് ഹനുമാൻ മന്ദിരത്തിൽ ദർശനം നടത്തും. അതിനുശേഷം 1 മണിയോടുകൂടി തന്നെ പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. അങ്ങനെ കൃത്യമായ പരിപാടികളുമായി അരവിന്ദ് കെജ്രിവാൾ നാളെ മുതൽ സജീവമായി രംഗത്തുണ്ടാകും. അല്പസം മുമ്പാണ് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ ഇവിടെ നിന്ന് മടങ്ങിയത്. ഇപ്പോൾ അതിഷി അതോടൊപ്പം തന്നെ ഗോപാൽ റായ്, സൗരഭ് ഭരദ്വാജ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലുണ്ട്. എന്തായാലും വലിയ ആവേശമായി തന്നെ പ്രവർത്തകർ തിഹാർ ജയിലിൽ നിന്നും അരവിന്ദ് കെജ്രിവാളിനെ വരവേറ്റു. പ്രവർത്തകരെല്ലാം തന്നെ കാണുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കിയത് ഇത് സത്യത്തിന്റെ വിജയമെന്നാണ്. ഏകാധിപത്യത്തിനുള്ള ശക്തമായ മറുപടിയാണ് ഈ കോടതി ഉത്തരവെന്ന ഒരു വിമർശനമാണ്, അല്ലെങ്കിൽ അത്ര ഒരു പ്രതികരണമാണ് ഇന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നടത്തിയിരിക്കുന്നത്. നാളെ രാവിലെ 11 മണിക്ക് ഹനുമാൻ മന്ദിരത്തിൽ ദർശനം നടത്തിയ ശേഷം അദ്ദേഹം രാഷ്ട്രീയ പ്രചരണം ആരംഭിക്കും. നാളെ സൗത്ത് ഡൽഹിയിലാണ് അരവിന്ദ് കെജ്രിവാളിന്റെ റോഡ് ഷോ അരങ്ങേറാൻ പോകുന്നത്. നമുക്കറിയാം, ഡൽഹിയിലെ മദ്യനയവുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിന് ശേഷം പിന്നീട് സുനിത കെജ്രിവാളാണ് ഒരു ഘട്ടത്തിൽ പ്രചരണം നയിച്ചത്. സുനിത കെജ്രിവാളിന്റെ പ്രചരണ ഘട്ടത്തിലെല്ലാം തന്നെ ഡൽഹിയിലെ നിവാസികളും അതോടൊപ്പം ആം ആദ്മി പ്രവർത്തകരും 2 കൈ നീട്ടി സ്വീകരിച്ചു. കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് സുനിത കെജ്രിവാൾ മുന്നോട്ട് പോകുമ്പോഴാണ് എന്തായാലും EDക്കും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനും കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ജയിലിന്റെ പൂട്ടുകൾ തകർത്ത് അരവിന്ദ് കെജ്രിവാൾ മോചിതനായി എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രവർത്തകർ ആവേശത്തോടു കൂടിയാണ് അരവിന്ദ് കെജ്രിവാളിനെ ഈ വീട്ടിലേക്ക് സ്വാഗതം ചെയ്തത്, വരവേറ്റത്. പൂക്കൾ വിതറിയും പടക്കം പൊട്ടിച്ചും മധുര വിതരണം ചെയ്തും ഇത്തരത്തിൽ പ്രവർത്തകർ അരവിന്ദ് കെജ്രിവാളിനെ വരവേറ്റു. എന്തായാലും നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ കൂടിയ കാഴ്ചയ്ക്ക് ശേഷം യോഗത്തിന് ശേഷം ഇപ്പോൾ പിരിഞ്ഞു പോവുകയാണ്. നാളെ മുതൽ രാഷ്ട്രീയ പ്രചരണം ആരംഭിക്കുമ്പോൾ കൃത്യമായ ഉപാധികൾ എന്തായാലും കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ഉപാധികളെല്ലാം വെച്ചുകൊണ്ട് മദ്യനയ അഴിമതി കേസിലെ രാഷ്ട്രീയം കൃത്യമായി തന്നെ തുറന്നു കാട്ടാൻ തന്നെയാണ് തീരുമാനം. ഇതിലുണ്ടായ കേന്ദ്ര സർക്കാരിന്റെ അടക്കം അല്ലെങ്കിൽ BJPക്കെതിരുണ്ടായ രാഷ്ട്രീയ വിമർശനമെല്ലാം തന്നെ ഒരുപക്ഷെ നാളത്തെ വേദികളിൽ അരവിന്ദ് കെജ്രിവാൾ ശക്തമായി തന്നെ മുന്നോട്ട് വയ്ക്കും. എന്തായാലും ഇത്തവണ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ
7-ൽ 7 നേടി BJPക്ക് കനത്ത തിരിച്ചടി ആം ആദ്മി പാർട്ടിയും അതോടൊപ്പം തന്നെ കോൺഗ്രസും ചേരുന്ന ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തും ഉണ്ടാകും എന്ന് തന്നെയാണ് അല്പസം മുമ്പ് സംസാരിച്ച പ്രധാനപ്പെട്ട നേതാക്കളടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. അത്തരത്തിൽ ഒരു തിരിച്ചുവരവ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് ഡൽഹിയിൽ ഉണ്ടാകും. BJPക്ക് കനത്ത തിരിച്ചടി, ഈ ഒരു ജയിൽ മോചനം ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയാണ് ആം ആദ്മി പാർട്ടി നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. പ്രതിപക്ഷ പാർട്ടിയും ഈ ഒരു ജയിൽ മോചനത്തെ എല്ലാം തന്നെ ഇപ്പോൾ സ്വാഗതം ചെയ്തിട്ടുണ്ട്. എന്തായാലും എന്ത് തരത്തിൽ ഒരു ഓളം ഈ ഡൽഹിയിൽ ഉണ്ടാക്കും എന്ന കാര്യത്തിലെല്ലാം തന്നെ ഇനിയുള്ള ദിവസങ്ങൾ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഈ അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽ മോചനം അത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് വിജയമാണോ അല്ലെങ്കിൽ പരാജയമാണോ എന്നതൊക്കെ ജൂൺ 4 നമുക്ക് വ്യക്തമാകും. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഈ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിൽ അരവിന്ദ് കെജ്രിവാൾ സജീവമാകും. അതിനുശേഷം അരവിന്ദ് കെജ്രിവാളിന്റെ എന്തൊക്കെ തരത്തിൽ ഈ നാളെ അരവിന്ദ് കെജ്രിവാളിന്റെ റോഡ് ഷോ ഉണ്ട്. ഡൽഹിയിലെ വിവിധ മണ്ഡലങ്ങളിൽ അദ്ദേഹം നാളെ മുതൽ പര്യടനത്തിന് ഇറങ്ങുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടങ്ങളിൽ സജീവമായി ഡൽഹിയിലും അതുപോലെ പഞ്ചാബിലും ഹരിയാനയിലും ഗുജറാത്തിലുമൊക്കെ അരവിന്ദ് കെജ്രിവാളിന്റെ സാന്നിധ്യം ഇന്ത്യ മുന്നണിക്ക് കരുത്തു പകരും എന്ന് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടി നേതാക്കളൊക്കെ വിലയിരുത്തുന്നത്. അതേസമയം അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ച സുപ്രീം കോടതി വിധി സ്വാഗതം ചെയ്യുകയാണ് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ. കോടതിയുടെ ഇടപെടൽ ജനാധിപത്യം അട്ടിമറിക്കാൻ ശ്രമിച്ചവർക്കുള്ള താക്കീതാണെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. കോടതി വിധി തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിർണായകമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അതിയായ സന്തോഷമുണ്ട് എന്നായിരുന്നു ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് കാലത്തെ കോടതി വിധി മുന്നണിക്ക് കൂടുതൽ കരുത്തു പകരുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ സഖ്യം. വിധി സ്വാഗതം ചെയ്ത കോൺഗ്രസ് ജനാധിപത്യത്തെ അട്ടിമറിച്ചവർക്കുള്ള മറുപടിയാണെന്ന് പ്രതികരിച്ചു. ആരെങ്കിലും അഴിമതിക്കാരായിട്ടുള്ളവര് മറ്റു പാർട്ടികളിൽ നിന്നും വന്ന് ചേർന്നാൽ അവർ മുഴുവൻ അഴിമതി വിശുദ്ധരായിട്ട് മാറുക, ഇതൊക്കെ ചെയ്യുന്ന സർക്കാരാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് ഒരു കേസിന്റെ പുറത്ത് കേജ്രിവാളിനെയും ഹേമന്ത് സോറനെയും അകത്താക്കിയിരിക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് അതിനകത്ത് അത് അവരുടെ ഉദ്ദേശ ശുദ്ധിയെ ചോദ്യം ചെയ്യുന്നതാണ് ഈ വിധി. അധികാര ദുർവിനിയോഗത്തിലൂടെ ഭരണത്തിൽ കടിച്ചു തൂങ്ങാനുള്ള BJPയുടെ നീക്കത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് വിധിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിധി സ്വാഗതാർഹമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഈടിക്കേറ്റ ഏറ്റവും കടുത്ത ഒരു തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ. അതുവഴി ലോകം ഈ വിധിയുടെ ഭാഗമായിട്ട് മനസ്സിലാക്കുന്നത്. അത് കാണിക്കുന്നത് ഫാസിസത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. ഇന്ത്യയുടെ ഈ പരിമിതിക്കകത്ത് നിന്ന് മുമ്പോട്ടേക്ക് പോകാനുള്ള ഇന്ത്യയുടെ വളരെ ശ്രദ്ധേയമായ നിലനിൽപ്പിന്റെ പ്രശ്നം തന്നെയാണ് സുപ്രീം കോടതി ഉയർത്തി പിടിച്ചിട്ടുള്ളത്. കെജ്രിവാളിന് ജാമ്യം ലഭിച്ചതിൽ അതിയായ സന്തോഷമെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞു. കെജ്രിവാളിനോട് കേന്ദ്രം ചെയ്തത് ക്രൂരതയെന്നും കേസിൽ നീതിദേവത ഇടപെട്ടുവെന്നും മുസ്ലിം ലീഗ്. തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ സംഭവിച്ച കേജ്രിവാളിന് ഫ്രീയായ ഈ സംഭവം, ജാമ്യം കിട്ടിയ സംഭവം ഇന്ത്യ മുന്നണിയുടെ സാധ്യത വർദ്ധിപ്പിക്കും. മാത്രമല്ല ഇന്ത്യൻ നീതിപീഠം, ആ നീതിപീഠമാണ് അവസാനത്തെ ആശ്രയം എന്ന കാര്യത്തിനൊന്നുകൂടി ഊന്നൽ വരികയാണ്. വിധിക്ക് പിന്നാലെ ആം ആദ്മി പാർട്ടി കേന്ദ്രങ്ങളിൽ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. രാജ്യത്ത് അഴിമതിയുടെ പുതിയ അധ്യായം രചിക്കപ്പെടുകയാണെന്നായിരുന്നു BJPയുടെ ആരോപണം. ന്യൂസ് ഡെസ്ക് 24. അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന വിശ്വാസത്തിൽ പ്രതിപക്ഷ ഇന്ത്യ സഖ്യം. ഈ മാസം 25-നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹി വിധി എഴുതുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ 7 സീറ്റുകളും BJP നേടിയിരുന്നു. ജയിലിലേക്ക് പോകും മുമ്പുള്ള കേജ്രിവാളോ ജയിലിന് പുറത്തുവരുന്ന കേജ്രിവാളോ ശക്തനെന്ന് ജൂൺ 4-നറിയാം. ജയിൽ കാ ജവാബ് വോട്ട് സേ അഥവാ ജയിലിനു മറുപടി വോട്ടിലൂടെ എന്നതാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രചരണ വാചകം. അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെ പിറവിയെടുത്ത പാർട്ടിയുടെ അമരക്കാരൻ അഴിമതിക്കേസിൽ അകത്തായതാണ് BJP പ്രചരണായുധം. ഏതായാലും അരവിന്ദ് കെജ്രിവാൾ കാറ്റോ കൊടുങ്കാറ്റോ അതോ ഊതി വീർപ്പിച്ച ബലൂണോ എന്ന് ജനം വിധി എഴുതാനിരിക്കുന്നതേയുള്ളൂ. കേജ്രിവാളിന്റെ മടങ്ങിവരവ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർക്ക് ആഹ്ലാദവും BJP ക്യാമ്പുകളിൽ മ്ലാനതയും പടർത്തിയിട്ടുണ്ട്. ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അഴിക്കുള്ളിൽ തുടരുകയാണെന്നതൊന്നും കേജ്രിവാളിന്റെ ഇടക്കാല ജാമ്യത്തിലുള്ള ആഘോഷത്തിൽ നിന്ന് AAP പ്രവർത്തകരെയും നേതാക്കളെയും തടയുന്നില്ല. അല്ലെങ്കിലും AAP സമം अरविंद केजरीवाल എന്നതാണ് വാസ്തവം. सत्य की विजय है, ये इस देश के लोकतंत्र की विजय है, ये इस देश के संविधान की विजय है. सुप्रीम कोर्ट का धन्यवाद करती हूँ कि सुप्रीम कोर्ट सामने आया लोकतंत्र को बचाने के लिए, संविधान को बचाने के लिए. ഡൽഹിയിൽ AAPയും കോൺഗ്രസും സഖ്യമായാണ് മത്സരിക്കുന്നത്. 4 സീറ്റിൽ AAPയും 3 കോൺഗ്രസും മത്സരിക്കുന്നു. BJP ആകട്ടെ 2019 ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ്.
सुप्रीम कोर्ट ने स्पष्ट कर दिया, अरविंद केजरीवाल जी को केवल और केवल 15 दिन के लिए चुनाव के लिए बाहर रह सकेंगे। शराब घोटाले में लिप्त अरविंद केजरीवाल जी, भ्रष्टाचार में लिप्त अरविंद केजरीवाल जी, बेईमानी का, करप्शन का पैसा इकट्ठे करने वाले अरविंद केजरीवाल जी को 1 तारीख को दोबारा जेल जाना होगा। കേജ്രിവാൾ വിഷയത്തിലൂന്നി ഹരിയാനയുൾപ്പെടെ ഡൽഹിയുടെ അയൽ സംസ്ഥാനങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാമെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതീക്ഷ. പക്ഷേ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും നേർക്കുനേർ പൊരുതുകയാണ്. കേജ്രിവാൾ അഴിമതിക്കാരനെന്ന പ്രചാരണമാണ് പഞ്ചാബിൽ കോൺഗ്രസ് നടത്തുന്നത്. 24 ഡൽഹി. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താമഴ കടക്കുകയാണ്. ഇരുൾ നീക്കാൻ തുടരന്വേഷണം. ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ചു കോടതി. ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫ് നൽകിയ ഹർജിയിൽ തിരുവനന്തപുരം CJM കോടതിയുടേതാണ് ഉത്തരവ്. ജെയിംസ് ഹാജരാക്കിയ പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താൻ കോടതി CBIക്ക് നിർദ്ദേശം നൽകി. ജസ്ന തിരോധാന കേസിൽ തെളിവുകളില്ലാത്തതിനാൽ അന്വേഷണം അവസാനിപ്പിക്കുന്നതായി CBI റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് പിതാവ് ജെയിംസ് കോടതിയെ സമീപിച്ചത്. സ്വന്തം നിലയിൽ നടത്തിയ അന്വേഷണത്തിൽ ലഭിച്ച തെളിവുകൾ ജെയിംസ് കോടതിക്ക് കൈമാറി. ജസ്ന ജീവിച്ചിരിക്കുന്നതായി കരുതുന്നില്ലെന്ന് പറഞ്ഞ പിതാവ് തിരോധാനത്തിനു പിന്നിൽ ഒരു അജ്ഞാത സുഹൃത്തിന് ബന്ധമെന്ന സംശയവും ഉന്നയിച്ചു. എല്ലാ വ്യാഴാഴ്ചയും ജസ്ന പോകാറുള്ള പ്രാർത്ഥനാ കേന്ദ്രത്തിൽ വെച്ചാണ് യുവാവിനെ പരിചയപ്പെട്ടതെന്നാണ് പിതാവ് പറയുന്നത്. കാണാതാകുന്ന ദിവസം ജസ്ന ഉപേക്ഷിച്ച വസ്ത്രത്തിൽ രക്തക്കറകൾ കണ്ടത് ഗർഭിണിയായിരുന്നുവെന്ന സംശയത്തിന് ഇട നൽകുന്നതായും കോടതിയിൽ പിതാവ് അറിയിച്ചു. മുദ്രവെച്ച കവറിൽ നൽകിയ തെളിവുകളും CBIയുടെ കേസ് ഡയറിയും കോടതി ഒത്തുനോക്കി. പിതാവ് ഉന്നയിച്ച തെളിവുകളിൽ അന്വേഷണം നടന്നിട്ടില്ലെന്ന് ബോധ്യമായതോടെയാണ് തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത്. വിധി സ്വാഗതം ചെയ്യുന്നുവെന്ന് ജെയിംസ് പ്രതികരിച്ചു. CBI നല്ല രീതിയിൽ തന്നെ എല്ലായിടത്തും അന്വേഷിച്ചു. അവരെത്തിപ്പെടാത്ത ചില ഭാഗത്തേക്ക്, അതായത് അവരുടെ ചിന്തയിലേക്ക് വരാത്ത ചില ഭാഗങ്ങളിലേക്ക് ഞങ്ങൾ പോയി. അപ്പോൾ അത് നമ്മൾ സീൽ ചെയ്ത് കവറിൽ കോടതിയിൽ കൊടുത്തു. അപ്പോൾ അന്വേഷണ റിപ്പോർട്ട് ഡയറി കോടതി ആവശ്യപ്പെട്ട് CBIക്കാരോട് CBI കൊണ്ട് അത് വെപ്പിച്ചു. കോടതി അതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് തുടരന്വേഷണത്തിനുള്ള അനുമതി തന്നിരിക്കുന്നത്. 2018 മാർച്ച് 22-നാണ് ജസ്നയെ കാണാതായത്. കേസിൽ പുനരന്വേഷണത്തിന് തയ്യാറാണെന്ന് CBI നേരത്തെ തന്നെ കോടതിയെ അറിയിച്ചിരുന്നു. 24 തിരുവനന്തപുരം. ചാരം മൂടിപ്പോകുമായിരുന്ന ജസ്ന തിരോധാന കേസിലെ പുനരന്വേഷണം സാധ്യമായത് ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫിന്റെ പോരാട്ടമാണ്. ജെയിംസ് ജോസഫ് സമാന്തരമായി നടത്തിയ അന്വേഷണത്തിലെ പുതിയ കണ്ടെത്തലുകളാകും CBI അന്വേഷിക്കുക. 2018 മാർച്ച് 22-നാണ് പത്തനംതിട്ട കൊല്ലമുള്ള സന്തോഷ് കവലക്കുന്നത്ത് വീട്ടിൽ ജെയിംസ് ജോസഫ്, ഫാൻസി ജെയിംസ് ദമ്പതികളുടെ 3 മക്കളിൽ ഏറ്റവും ഇളയവളായ ജസ്നയെ കാണാതായത്. മുണ്ടക്കയത്തെ പിതൃസഹോദരിയുടെ വീട്ടിലേക്കെന്ന് പറഞ്ഞാണ് ജസ്ന വീട് വിട്ടിറങ്ങിയത്. ജസ്ന എരുമേലി വരെ ബസ്സിൽ വന്നതിന് തെളിവ് ലഭിച്ചു. എന്നാൽ പിന്നീട് ജസ്ന എങ്ങോട്ട് പോയെന്നും എന്ത് സംഭവിച്ചുവെന്നും നിഗൂഢമായി തുടരുന്നു. ആദ്യം ലോക്കൽ പോലീസിന്റെ അന്വേഷണം, പിന്നാലെ 2018 ഏപ്രിലിൽ തിരുവല്ല DYSP ചന്ദ്രശേഖരൻ പിള്ളയുടെ നേതൃത്വത്തിൽ പുതിയ സംഘത്തിന്റെ അന്വേഷണം. ജസ്നയെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് പോലീസ് 2 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു. പക്ഷേ ഒന്നും ഫലമുണ്ടായില്ല. 2018 മെയ് 27-ന് വീണ്ടും മറ്റൊരു അന്വേഷണ സംഘം കേസ് ഏറ്റെടുത്തു. കാണാതായ ദിവസം ജസ്നയെ ഫോണിൽ വിളിച്ച ആൺസുഹൃത്തിനെ ചോദ്യം ചെയ്യുക മാത്രമാണുണ്ടായത്. ഒടുവിൽ 2018 ഒക്ടോബർ 2-ന് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. ടോമിൻ ജെ തച്ചങ്കരിയുടെ നേതൃത്വത്തിൽ KG സൈമൺ ഉൾപ്പെടെയുള്ളവർ നേരിട്ട് അന്വേഷിച്ചു. 1 ലക്ഷത്തിലധികം ഫോൺ കോളുകൾ പരിശോധിച്ചു. 250ഓളം പേരെ ചോദ്യം ചെയ്തു. പക്ഷേ ജസ്നയെക്കുറിച്ച് മാത്രം വിവരം ലഭിച്ചില്ല. കേരള പോലീസിന്റെ അന്വേഷണത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട കുടുംബം കേസ് CBI ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയതോടെ 2021 മാർച്ച് 21-ന് കേസ് CBIക്ക് കൈമാറി. കൃത്യമായ ആസൂത്രണത്തോടെയാണ് ജസ്ന വീട് വിട്ടുപോയതെന്നാണ് അന്വേഷണ സംഘങ്ങളുടെ നിഗമനം. CBI അന്വേഷണം അവസാനിപ്പിക്കാനൊരുങ്ങിയ കേസിലാണ് വീണ്ടും തുടരന്വേഷണത്തിനുള്ള കോടതിയുടെ നിർദ്ദേശം. 24 തിരുവനന്തപുരം. ഇന്നത്തെ മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. മെമ്മറി കാർഡ് ആരെടുത്തു?
മേയർ MLA ദമ്പതികളും KSRTC ഡ്രൈവറും തമ്മിൽ തർക്കമുണ്ടായ ശേഷം ബസ്സിലെ CCTV മെമ്മറി കാർഡ് കാണാതായ കേസിൽ ഡ്രൈവർ യദുവിന്റെ മൊഴികളിൽ വൈരുദ്ധ്യമെന്ന് പോലീസ്. ഡ്രൈവർ യദു, കണ്ടക്ടർ സുബിൻ, സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവ് എന്നിവരെ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. വരും ദിവസങ്ങളിലും ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കാനാണ് തീരുമാനം. മേയറും KSRTC ഡ്രൈവറും തമ്മിൽ തർക്കമുണ്ടായ ബസ്സിനുള്ളിലെ മെമ്മറി കാർഡ് നഷ്ടമായതുമായി ബന്ധപ്പെട്ട് തമ്പാനൂർ പോലീസ് എടുത്ത കേസിലാണ് ഇപ്പോഴത്തെ നീക്കം. കമ്മീഷണർ ഓഫീസിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലാണ് നടന്നത്. രാവിലെ കണ്ടക്ടർ സുബിനെയും സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവിനെയും വിളിപ്പിച്ച ശേഷം വൈകിട്ടോടെയാണ് യദുവിനെ ചോദ്യം ചെയ്യാൻ കൊണ്ടുവന്നത്. യദു നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യങ്ങളുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ. സംഭവം നടന്ന ദിവസം തമ്പാനൂർ ഡിപ്പോയിലെത്തിയതും ബസ്സിൽ കയറിയതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് നൽകിയ മറുപടികളിലാണ് വൈരുദ്ധ്യം. മൂന്നുപേരും നൽകിയ മൊഴി പോലീസ് വരും ദിവസങ്ങളിൽ വിശദമായി പരിശോധിക്കും. മെമ്മറി കാർഡ് നഷ്ടമായതിൽ ബന്ധമില്ലെന്നാണ് കണ്ടക്ടർ സുബിൻ പോലീസിന് നൽകിയ മൊഴി. സമാനമായ മൊഴിയാണ് സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവും നൽകിയിരിക്കുന്നത്. മൊഴികൾ വിശദമായി പരിശോധിച്ച് മൂവരെയും വീണ്ടും വിളിപ്പിക്കാനാണ് പോലീസ് തീരുമാനം. 24 തിരുവനന്തപുരം. നടത്തിയത് രക്ഷാപ്രവർത്തനമെന്ന് മൊഴി. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു. അനിൽ കല്ലിയൂരിനെയും സന്ദീപിനെയുമാണ് ചോദ്യം ചെയ്തത്. മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷിക്കാനാണ് മർദ്ദിച്ചത് എന്ന് ഇരുവരും മൊഴി നൽകി. കഴിഞ്ഞ ഡിസംബർ 16 മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച നവകേരള ബസ്സിനു നേരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അജയ് ജിവൽ കുര്യാക്കോസ്, KSU ജില്ലാ പ്രസിഡന്റ് AD തോമസ് എന്നിവരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂരും സംഘവും ചേർന്ന് മർദ്ദിച്ചത്. സംഭവം വലിയ വിവാദമായിട്ടും പരാതിയിൽ കേസെടുക്കാതിരുന്ന പോലീസ് പിന്നീട് കോടതി നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത്. തുടർന്ന് കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. തെരഞ്ഞെടുപ്പിന് മുമ്പ് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയും സംഘവും മറ്റൊരാവശ്യത്തിന് തിരുവനന്തപുരത്ത് പോയപ്പോഴാണ് പോലീസ് ആസ്ഥാനത്തെത്തി ഇരുവരെയും ചോദ്യം ചെയ്തത്. മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷിക്കാനാണ് മർദ്ദിച്ചതെന്നും നവകേരള യാത്രയ്ക്കിടെ മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടായ പ്രതിഷേധങ്ങൾക്കെല്ലാം അക്രമ സ്വഭാവം ഉണ്ടായിരുന്നുവെന്നും ഇരുവരും മൊഴി നൽകി. എന്നാൽ അറസ്റ്റ് എന്നുണ്ടാകുമെന്ന കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് വ്യക്തതയില്ല. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ശേഖരിക്കാൻ മാധ്യമങ്ങൾക്കുൾപ്പെടെ നോട്ടീസ് നൽകുകയാണ് അടുത്ത നടപടി. ആയുധം കൊണ്ട് ആക്രമിക്കുക, ഗുരുതരമായി പരിക്കേൽപ്പിക്കുക, അസഭ്യം പറയുക തുടങ്ങിയ വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണെങ്കിലും കോടതിയിൽ കുറ്റം തെളിഞ്ഞാൽ 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളും കൂടിയാണ്. 24 ആലപ്പുഴ. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. തൂക്കുകയറോ കാരാഗ്രഹമോ? പാനൂരിലെ വിഷ്ണുപ്രിയ വധക്കേസിൽ പ്രതി ശ്യാംജിത്ത് കുറ്റക്കാരനാണെന്ന് കോടതി. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി തിങ്കളാഴ്ച ശിക്ഷ വിധിക്കും. പ്രണയപ്പകയെ തുടർന്ന് വിഷ്ണുപ്രിയയെ പ്രതി വീട്ടിൽ കയറി കഴുത്തറത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതി ശ്യാംജിത്ത് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. പ്രോസിക്യൂഷൻ നിരത്തിയ ശാസ്ത്രീയ തെളിവുകളും സാക്ഷിമൊഴികളും കോടതി അംഗീകരിച്ചു. ശിക്ഷാവിധിയിൽ പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദങ്ങൾ കേട്ട കോടതി വിധി പ്രസ്താവം തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. അപൂർവങ്ങളിൽ അപൂർവമായ ക്രൂര കൊലപാതകമെന്നും വധശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള വിധി സമൂഹത്തിനുള്ള സന്ദേശമാകണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. പ്രോസിക്യൂഷനെ സംബന്ധിച്ച് ഈ പ്രതി മൃഗീയമായ കൊലപാതകം വെറും ഒരു കൊലപാതകമല്ല. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക്, ടീനേജ് ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യവും സ്നേഹിക്കാനുള്ള സ്വാതന്ത്ര്യവും ഇത്തരം പ്രതികളുടെ മുമ്പിൽ ഒരിക്കലും പണയം വെക്കാൻ പാടില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് പ്രോസിക്യൂഷനുള്ളത്. പ്രതിയുടെ പ്രായം പരിഗണിക്കണമെന്ന് പ്രതിഭാഗം കോടതിയിൽ ആവശ്യപ്പെട്ടു. 2022 ഒക്ടോബർ 22 പാനൂർ വള്ളിയായി സ്വദേശിനിയായ 23-കാരി വിഷ്ണുപ്രിയയെ പ്രതി ശ്യാംജിത്ത് പട്ടാപ്പകൽ വീട്ടിൽ കയറി കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. പ്രണയം തകർന്നതിന്റെ പകയിലായിരുന്നു വിപുലമായ ആസൂത്രണത്തോടെയുള്ള ക്രൂരമായ കൊലപാതകം. കൊല നടത്താനായി എത്തിയ പ്രതിയെ വീഡിയോ കോളിലൂടെ കണ്ട വിഷ്ണുപ്രിയയുടെ പൊന്നാനി സ്വദേശിയായ ആൺസുഹൃത്തിന്റെ മൊഴി നിർണായകമായി. പ്രതി ആയുധം വാങ്ങിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. വിഷ്ണുപ്രിയയുടെ ശരീരത്തിൽ 29 മുറിവുകൾ ഏറ്റിരുന്നു. കഴുത്ത് 75% അറ്റുതൂങ്ങി. ഇക്കാര്യങ്ങൾ കുറ്റകൃത്യത്തിന്റെ ക്രൂരത വെളിവാക്കുന്നതെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. 24 കണ്ണൂർ. കൂടുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ് ഇനി വാർത്താമഴ കടക്കുന്നത്.
സാം പിത്രോദയുടെ വിവാദ പരാമർശത്തിന് പിന്നാലെ മണിശങ്കർ അയ്യരുടെ പ്രസ്താവനയിൽ കുരുങ്ങി കോൺഗ്രസ്. പാകിസ്ഥാനെ വേണ്ടവിധം മാനിച്ചില്ലെങ്കിൽ അവർ ആണവായുധം പ്രയോഗിക്കുമെന്ന പ്രസ്താവനയാണ് വിവാദമായത്. പാക് ഭീകരരുടെ ഭാഷയിലാണ് കോൺഗ്രസ് നേതാക്കൾ സംസാരിക്കുന്നതെന്ന് BJP കുറ്റപ്പെടുത്തി. മണിശങ്കർ അയ്യരുടെ അഭിപ്രായം വ്യക്തിപരമാണെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. MGM Group of Institutions. വൈവിധ്യത്തെക്കുറിച്ച് പറയുന്നതിനിടെ സാം പിത്രോദ നടത്തിയ പരാമർശത്തിൽ വിവാദമടങ്ങും മുൻപാണ് മറ്റൊരു മുതിർന്ന നേതാവ് മണിശങ്കർ അയ്യർ കോൺഗ്രസിന് തലവേദന ഉണ്ടാക്കുന്നത്. ആണവായുധം കൈവശമുള്ള പാകിസ്ഥാനെ ഇന്ത്യ മാനിക്കണമെന്നും സൈനിക ശക്തി പ്രകടിപ്പിക്കുന്നതിന് പകരം ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നുമാണ് മണിശങ്കർ അയ്യർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. ऐसे बम वगैरह रखकर आप उसको इस्तेमाल करने का रोको, लेकिन यदि आपने उनसे बात की, उनको इज्जत अफजाया, तो तभी जाकर वो अपने बम के बारे में नहीं सोचेंगे. लेकिन आपको उनको ठुकरा दिया और बच्चे जैसे कुट्टी कहते रहे, तो कोई पागल वहाँ आ जाए, वो बम निकाल ले और फिर क्या होगा? പ്രസ്താവനയ്ക്കെതിരെ BJP രംഗത്തെത്തി. ഇന്ത്യൻ സേനയെ വിശ്വാസമില്ലാത്തവർക്ക് പാകിസ്ഥാനിലേക്ക് പോകാമെന്ന് ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദ് മൗര്യ പ്രതികരിച്ചു. മണിശങ്കർ അയ്യർ പാകിസ്ഥാന് വേണ്ടി പ്രചാരണം നടത്തുന്നുവെന്ന് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു. The Congress party today acts like, behaves like, talks like an apologist for Pakistan and Pakistan-based terror, and Manishankar Ayyar's statement is one clinching evidence of this pattern of Congress's behavior towards Pakistan and Pakistan's terror. വിവാദമായതോടെ മണിശങ്കർ അയ്യരുടെ പ്രസ്താവന കോൺഗ്രസ് തള്ളി. പറഞ്ഞത് പാർട്ടി നിലപാടല്ലെന്നാണ് വിശദീകരണം. BJP പഴയ വീഡിയോകൾ പ്രചരിപ്പിച്ച് ശ്രദ്ധ തിരിക്കുകയാണെന്ന് പവൻ ഖേര കുറ്റപ്പെടുത്തി. ചൈനയെ പേടിക്കണമെന്ന വിദേശകാര്യമന്ത്രിയുടെ വീഡിയോയും പവൻ ഖേര പങ്കുവച്ചു. 24 ഡൽഹി. പീഡന പരാതിയിൽ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മുൻ അധ്യക്ഷനും BJP MPയുമായ ബ്രിജുഭൂഷൺ ശരൺ സിംഗിന് തിരിച്ചടി. 6 വനിതാ ഗുസ്തി താരങ്ങൾ നൽകിയ പരാതിയിൽ ബ്രിജുഭൂഷണെതിരെ കുറ്റം ചുമത്താൻ ഡൽഹി റൌസ് അവന്യൂ കോടതി ഉത്തരവിട്ടു. വനിതാ താരങ്ങൾ നൽകിയ 6 കേസുകളിൽ 5 എണ്ണത്തിലും ബ്രിജുഭൂഷണെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്താൻ ആവശ്യമായ തെളിവുകൾ ഉണ്ടെന്ന് കോടതി വ്യക്തമാക്കി. സ്ത്രീത്വത്തെ അപമാനിച്ചതടക്കമുള്ള വകുപ്പുകൾ ചുമത്താനാണ് കോടതി ഉത്തരവ്. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേന 12 മാവോയിസ്റ്റുകളെ വധിച്ചു. ബീജാപൂർ ജില്ലയിലെ വനമേഖലയിലായിരുന്നു ഏറ്റുമുട്ടൽ. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. നിതിൻ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുന്നുണ്ട്, മാവോയിസ്റ്റുകളെ സൈന്യം വധിക്കുന്നുണ്ട്. ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇതിപ്പോൾ 3ാം തവണയാണ് ഇത്തരത്തിൽ ബിജാപൂർ മേഖലയിലും സൈന്യവും അതോടൊപ്പം തന്നെ മാവോയിസ്റ്റും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുന്നത്. ഇന്ന് രാവിലെ ബിജാപൂർ ജില്ലയിലെ ഗംഗലൂർ എന്ന മേഖല, വനമേഖലയിലാണ് ഇത്തരത്തിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. പീഡിയ എന്ന പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ ഏറ്റുമുട്ടൽ നടന്നത്. മണിക്കൂറുകൾ നീണ്ട ഏറ്റുമുട്ടലാണ് നടന്നത്. ഏതാണ്ട് 6 മാവോയിസ്റ്റുകൾ വധിച്ചു എന്നാണ് ആദ്യം സൈന്യം സുരക്ഷാ സേന കണക്ക് പുറത്തുവിട്ടത്. പിന്നീട് ഇപ്പോൾ 12 മാവോയിസ്റ്റുകളെ വധിച്ചതായുള്ള വിവരം ഇപ്പോൾ മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും മാവോയിസം എത്രയും വേഗത്തിൽ തന്നെ അവസാനിപ്പിക്കാനുള്ള നടപടികൾ തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 103 മാവോയിസ്റ്റുകളെ വധിച്ചു എന്നാണ് ഇപ്പോൾ സർക്കാർ ഏറ്റവും ഒടുവിലെ കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത്. ഏതായാലും ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് സുരക്ഷാ സേന വീണ്ടും ആവർത്തിക്കുന്നു. ഇന്ന് മണിക്കൂറുകൾ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിലാണ് ബിജാപൂരിലെ വനമേഖലയിൽ സുരക്ഷാ സേനയും അതോടൊപ്പം തന്നെ മാവോയിസ്റ്റുകൾ തമ്മിൽ ഏറ്റുമുട്ടലിനൊടുവിൽ 12 മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന വധിച്ചത്. 12 മാവോയിസ്റ്റുകളെ ബീജാപൂരിലെ വനമേഖലയിലെ ഏറ്റുമുട്ടലിൽ വധിച്ചു എന്നാണ് സുരക്ഷാ സേന ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏറെ മണിക്കൂറുകൾ നീണ്ട ഏറ്റുമുട്ടലാണ് ആ മേഖലയിൽ ഇന്നുണ്ടായത്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. CPIM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ. ഇടപാടുകൾ നിയമാനുസൃതമാണ്. പാൻ നമ്പർ രേഖപ്പെടുത്തിയതിൽ ബാങ്കിനാണ് വീഴ്ചയുണ്ടായതെന്നും CPIM സംസ്ഥാന സെക്രട്ടറി വിശദീകരിച്ചു.
അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് ഒരു പാൻ നമ്പറാണുള്ളതെന്നും എല്ലാ ജില്ലാ കമ്മിറ്റികളും ഉപയോഗിക്കുന്നത് ഇതേ നമ്പറാണെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എന്നാൽ തൃശൂരിൽ ബാങ്കിന്റെ വീഴ്ച കൊണ്ട് ഇത് തെറ്റായി രേഖപ്പെടുത്തുകയായിരുന്നു. മാർച്ച് 2-നാണ് ചെലവുകൾക്കായി പാർട്ടി അക്കൗണ്ടിൽ നിന്നും തുക പിൻവലിച്ചത്. ഇതാണ് ആദായ നികുതി വകുപ്പ് തടഞ്ഞതും തുടർന്ന് അക്കൗണ്ട് മരവിപ്പിച്ചതും. വീഴ്ച ചൂണ്ടിക്കാട്ടി ജില്ലാ കമ്മിറ്റി ഏപ്രിൽ 4-ന് ബാങ്ക് ചെയർമാന് കത്ത് നൽകി. ബാങ്ക് തെറ്റ് സമ്മതിച്ച് രേഖാമൂലം അറിയിക്കുകയും ചെയ്തു. ഇൻകം ടാക്സ് തൃശ്ശൂർ ഡെപ്യൂട്ടി ഡയറക്ടർ ഒപ്പിട്ട കത്താണ് അവിടെ എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്തുത പണം കൊണ്ടുവരാനും അന്ന് പറയുകയുണ്ടായി. ജില്ലാ സെക്രട്ടറിയും ഓഫീസ് സെക്രട്ടറിയും പണവുമായി ഹാജരായത്. ഇങ്ങനെ നോട്ടീസ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുപോയ പണത്തെയാണ് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് നുണകൾ പ്രചരിപ്പിക്കുന്ന രീതി ഉണ്ടായത്. CPIM-നെതിരെ വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. നിയമാനുസൃതമായി പിൻവലിച്ച തുക ചെലവഴിക്കരുതെന്ന് പറയാൻ ആദായ നികുതി വകുപ്പിന് അധികാരമില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്ക്. തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് കേസിൽ M സ്വരാജ് സുപ്രീം കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ഹർജി നിരാകരിച്ച പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. അച്യുതൻ, എന്തൊക്കെ കാര്യങ്ങളാണ് M സ്വരാജ് ഹർജിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്, സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന വിവരങ്ങൾ? തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് കേസിൽ M സ്വരാജാണ് ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഹൈക്കോടതി അദ്ദേഹത്തിന്റെ ഹർജി നിരാകരിച്ച പശ്ചാത്തലത്തിലാണ് മേൽക്കോടതിയെ സമീപിച്ചത്. അച്യുതൻ വിവരങ്ങൾ നൽകും. അച്യുതൻ, കേൾക്കാമെങ്കിൽ എന്തൊക്കെയാണ് M സ്വരാജ് സുപ്രീം കോടതിയിൽ നൽകിയ ഈ അപ്പീലിൽ സൂചിപ്പിച്ചിരിക്കുന്നത്? അല്പസമയത്തിനകം നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് കേസിൽ M സ്വരാജ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് ഹർജി നിരാകരിച്ച പശ്ചാത്തലത്തിൽ മേൽക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അപ്പീലാണ് ഇന്ന് സമർപ്പിച്ചിരിക്കുന്നത്. ഹൈക്കോടതി വിധി ചോദ്യം ചെയ്താണ് M സ്വരാജ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം.